2020 ലോകകപ്പിൽ ഇന്ത്യ സെമിയിൽ സഞ്ജു സാംസൺ തകർത്തടിച്ച മത്സരത്തിൽ 5 വിക്കറ്റിനാണ് ഇന്ത്യ ജയിച്ചത്. സഞ്ജു 50 പന്തിൽ 97 റൺസുമായി പുറത്താകാതെ നിന്നു. മനീഷ് ഐഷ മാത്യു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, മലയാളികളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സർക്കാർ 2016 വാങ്കഡയിലെ സെമി ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ തകർത്താണ് ഫൈനലിലേക്ക് എത്തുന്നതും പിന്നീട് കിരീടം ചൂടുന്നതും. അന്ന് കരുതി വെച്ചിരുന്ന പ്രതികാരമാണ് ഇന്നിപ്പോൾ ഇന്ത്യ ഈഡൻ ഗാർഡനിൽ വീട്ടിയിരിക്കുന്നത്. അന്ന് പരാജയപ്പെട്ടതിന് പ്രതികാരം ഇന്ത്യ വീട്ടിയിരിക്കുന്നു, അതും മലയാളി താരം സഞ്ജു സാംസണിലൂടെ. നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും സഞ്ജുവിൻ്റെ പല ഇന്നിങ്സുകൾ പേരിൽ പലരും വിമർശിക്കുന്ന കണ്ടുള്ളതാണ്. പക്ഷേ ഇന്ന് യാതൊരു വിധത്തിലുള്ള വിമർശനത്തിനും ഇടവരുത്താതെ സഞ്ജു മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഇന്ത്യക്ക് 5 വിക്കറ്റിൻ്റെ അനായാസ ജയമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ 2 ഓവർ പിന്നീട് 3ാമത്തെ ഓവറിൽ തന്നെ അഭിഷേകിനെ നഷ്ടമായതിന് പിന്നാലെ ഇഷാൻ കിഷൻ പുറത്താകുന്നു. പക്ഷേ അപ്പോഴും ഒരു വശത്ത് സഞ്ജു ഉറച്ചു നിന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സാധാരണഗതിയിൽ സഞ്ജുവിനെ എപ്പോഴും പലരും പഴിക്കാറുള്ളത് സഞ്ജു വളരെ പെട്ടെന്ന് ഔട്ടാകുന്നു, അല്ലെങ്കിൽ സെൻസിബിളായി ബാറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതൊക്കെയായിരുന്നു. പക്ഷേ ഇന്ന് സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് ഒരു ഷോട്ട് പോലും മിസ്സായില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വെസ്റ്റ് ഇൻഡീസ് ബോളർമാരെ വളരെ കരുതലോടെ നേരിട്ട് അടിക്കേണ്ടവരെ മാത്രം അടിച്ചു പറത്തി അല്ലാത്തവരെ ബഹുമാനിച്ചുകൊണ്ടാണ് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അങ്ങനെ സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. 2026 ലോകകപ്പിൽ ഒരു കിരീടം നിലനിർത്തുന്ന രാജ്യമെന്നൊരു പ്രത്യേകത, അതായത് സ്വന്തം രാജ്യത്ത് കിരീടം നേടുക, സ്വന്തം രാജ്യത്ത് ലോകകപ്പ് നടക്കുമ്പോൾ കിരീടം നേടുക, അല്ലെങ്കിൽ ഒരു കിരീടം നിലനിർത്തുന്ന രാജ്യം എന്നടക്കമുള്ള റെക്കോർഡുകളാണ് ഇന്ത്യക്ക് മുമ്പിലുള്ളത്. ഒരുപക്ഷേ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഈ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നെങ്കിൽ പുറത്താകുമായിരുന്നു. പക്ഷേ അങ്ങനെ പുറത്താകാതെ ഇന്ത്യ ഇപ്പോൾ ആ സ്വപ്നത്തോട് കുറച്ചും കൂടി അടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും സെമി ഫൈനലിൽ ഇംഗ്ലണ്ടായിരിക്കും ഇന്ത്യയുടെ എതിരാളികളായിട്ട് വരിക. ആദ്യം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ ഒരു ദയനീയ പരാജയമാണ് വഴങ്ങിയത്. അന്ന് പലരും ഇന്ത്യ എഴുതി തള്ളണമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും പിന്നീട് അവിടേക്ക് സഞ്ജു സാംസണെ തിരിച്ചു കൊണ്ടിരുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നു. അവിടുന്ന് സിംബാബ്വെക്കെതിരെ ഏറ്റവും മനോഹരമായ രീതിയിൽ സഞ്ജു ബാറ്റ് ചെയ്യുന്നു. പിന്നീട് വീണ്ടും സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നു. ഇന്ന് മത്സരത്തിലുടനീളം സഞ്ജു പുറത്തെടുത്തത് മികച്ച പ്രകടനമാണ്. അത് വിക്കറ്റിന് പിന്നിലാണെങ്കിലും സഞ്ജു ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്.